The Newman series. Okay, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകും. നമ്മൾ ഐട്രേറ്റീവ് കേർണലിന്റെ വരെയായിരുന്നു കണ്ടത്. നമ്മൾ ഇനി ന്യൂമാൻ സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് അഥവാ ന്യൂമാൻ സീരീസ് അഥവാ അതിനെ റിസോൾവന്റ് കേർണൽ എന്നും പറയും. ഓക്കെ, അതിന്റെ ഡെഫിനിഷനിലേക്ക് വരുവാണ്. അത് കൺസ്ട്രക്ട് ചെയ്ത് പോകാൻ പോവാണ്. ഓക്കെ, ഡിഫൈൻ ദ ഓപ്പറേറ്റർ. നമ്മൾ ഇന്റഗ്രൽ ഓപ്പറേറ്റർ നമ്മൾ ഐട്രേറ്റീവ് മെത്തേഡിൽ നമ്മൾ കണ്ടായിരുന്നു. ആ സെയിം ഇന്റഗ്രൽ ഓപ്പറേറ്റർ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കെ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് കൈ. അകത്ത് എന്ത് കൊടുക്കും? ഈ കെ ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ, സോ ഇന്റഗ്രലിനകത്ത് എഫ് ഓഫ് കൈ ഡി കൈ എന്ന് കൊടുക്കും. കെ സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എന്താണ്? കെ ഓഫ് എഫ് ഓഫ് എക്സിനെ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് ഖൈ വൺ. സോ ഖൈക്ക് പകരം ഞാൻ ഖൈ വൺ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് മാറ്റുവാണ്, കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ. സോ കെ ഓഫ് എക്സ് ഖൈ വൺ ഇൻറ്റു അകത്ത് കൊടുക്കുമ്പോൾ എന്താണ്? ഇത് കെ ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ. കെ സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ഓഫ് എഫ് ഓഫ് എക്സ്. സോ കെ ഓഫ് എഫ് ഓഫ് എക്സ് ആകുമ്പോൾ ഇന്റഗ്രലിനകത്ത് നമ്മുടെ എഫ് ഓഫ് ഖൈ കൊടുക്കുന്നു. സോ കെ ഓഫ് എഫ് ഓഫ് എക്സ് ആകുമ്പോൾ ഇന്റഗ്രലിനകത്ത് എന്ത് കൊടുക്കണം? കെ ഓഫ് എഫ് ഓഫ് എക്സ്. സോ കെ ഓഫ് എഫ് ഓഫ് എക്സിന് പകരം എന്താണ്? വേരിയബിൾ മാറ്റി ഇവിടെ ഖൈ വൺ അല്ലേ. സോ കെ ഓഫ് എഫ് ഓഫ് ഖൈ വൺ ഡി ഖൈ വൺ. ഓക്കെ, ഇങ്ങനെ എഴുതുന്നു. ഇനി കെ ഓഫ് എഫ് ഓഫ് ഖൈ വൺ എനിക്ക് കെ ഓഫ് എഫ് ഓഫ് എക്സിൽ നിന്ന് എഴുതാൻ സാധിക്കും. എന്ത് കൊടുത്താൽ മതി? എക്സിന് പകരം ഖൈ വൺ. സോ എന്ത് വരും? ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് ഖൈ വൺ. അതുപോലെ തന്നെ ഇനി കെ ഓഫ് എഫ് ഓഫ് ഖൈ വൺ എങ്ങനെ എഴുതാം? ഇതിൽ നിന്ന് ഇന്റഗ്രൽ എ ടു ബി എക്സിന് പകരം ഖൈ വൺ. സോ കെ ഓഫ് ഖൈ വൺ ഖൈ ഇൻറ്റു എഫ് ഓഫ് ഖൈ ഡി ഖൈ. പിന്നെ ഈ ഡി ഖൈ വൺ അതുപോലെ തന്നെ. ഇനി ഞാനിവിടെ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. പുറത്തെ ഇന്റഗ്രല് ഖൈ വൺ വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അകത്തെ ഇന്റഗ്രല് ഖൈയും. ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ഒന്ന് റിവേഴ്സ് ചെയ്യാണ്. സോ ഇന്റഗ്രൽ ഫ്രം എ ടു ബി, ഇനി അകത്തെ ഇന്റഗ്രൽ എഴുതുന്നു. ഇന്റഗ്രൽ ഫ്രം എ ടു ബി അത് വിത്ത് റെസ്പെക്ട് ടു ഖൈ വൺ ആക്കുന്നു അകത്തെ ഇന്റഗ്രൽ. സോ ഖൈ വണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? ഈ ഫംഗ്ഷൻ കെ ഓഫ് എക്സ് ഖൈ വൺ ഉണ്ട്. സോ കെ ഓഫ് എക്സ് ഖൈ വൺ ഇൻറ്റു ഇതിനകത്ത് എന്തുണ്ട്? കെ ഓഫ് ഖൈ വൺ ഖൈ. സോ അത് രണ്ടും ഖൈ വണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഡി ഖൈ വൺ കൊടുക്കുന്നു. പുറത്തിന് ബാക്കിയുള്ള ഏത് ഫംഗ്ഷനാണ്? എഫ് ഓഫ് ഖൈ. സോ അതിനകത്ത് ഖൈ ഉണ്ട്. സോ എഫ് ഓഫ് ഖൈ ഡി ഖൈ പുറത്തെ ഇന്റഗ്രലിന് കൊടുക്കുന്നു. ഇനി ഞാൻ ഈ അകത്ത് ബ്രാക്കറ്റിൽ കിടക്കുന്ന ഈ ഫംഗ്ഷനെ, ഈ ഇന്റഗ്രലിനെ ഞാൻ കെ ടു ഓഫ് എക്സ് കൈ എന്ന് ഡിനോട്ട് ചെയ്യാൻ പോവാണ്. ഡിഫൈൻ ദ ഐട്രേറ്റഡ് കേർണൽ കെ ടു ഓഫ് എക്സ് കൈ ബൈ ദ റിലേഷൻ. സോ ഇതിനെ കെ ടു സഫിക്സ് ടു, കെ സ്ക്വയർ അല്ല, കെ ടു സഫിക്സ് ടു, കെ ടു ഓഫ് എക്സ് കൈ എന്ന് പറഞ്ഞ് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. ഇന്റഗ്രൽ എ ടു ബി എന്താണ്? ഈ അകത്തെ ഇന്റഗ്രൽ ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് ഖൈ വൺ ഇൻറ്റു കെ ഓഫ് ഖൈ വൺ ഖൈ ഡി ഖൈ വൺ. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഇന്റഗ്രൽ ആയിട്ട് കെ ടു ഓഫ് എക്സ് കൈ എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിനെ ഐട്രേറ്റഡ് കേർണൽ എന്നാണ് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതി വെച്ച കെ സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? കെ സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി. ഇനി ബ്രാക്കറ്റിൽ കിടക്കുന്ന ഫംഗ്ഷൻ എന്തായി? കെ ടു ഓഫ് എക്സ് ഖൈ പിന്നെ ബാക്കി എഫ് ഓഫ് ഖൈ ഡി ഖൈ എന്നായി. ബൈ റിപ്പീറ്റിംഗ് ദിസ് പ്രോസസ്, ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. അടുത്ത കെ ക്യൂബ് ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ അകത്ത് വരുന്ന ഇന്റഗ്രലിനെ ഞാൻ കെ ത്രീ ഓഫ് എക്സ് കൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എന്നിട്ട് അപ്പൊ കെ ക്യൂബ് ഓഫ് എഫ് ഓഫ് എക്സ് എനിക്ക് കെ ത്രീയുടെ ടേംസിൽ എഴുതാൻ സാധിക്കും. അങ്ങനെ സോ അങ്ങനെ ഞാൻ ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോ കെ സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് എഴുതിയ പോലെ കെ സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് വന്നപ്പോൾ എന്തായിരുന്നു? ഇന്റഗ്രൽ എ ടു ബി കെ ടു ഓഫ് എക്സ് കൈ എഫ് ഓഫ് കൈ ഡി കൈ. കെ ത്രീ ഓഫ് എഫ് ഓഫ് എക്സ് കെ ക്യൂബ് ഓഫ് എഫ് ഓഫ് എക്സ് എഴുതിയാൽ എന്ത് വരും? ഇന്റഗ്രൽ എ ടു ബി കെ ത്രീ ഓഫ് എക്സ് കൈ എഫ് ഓഫ് കൈ ഡി കൈ. അങ്ങനെ ആണെങ്കിൽ ഇൻ ജനറൽ കെ റൈസ് ടു എൻ ഓഫ് എഫ് ഓഫ് എക്സ് എനിക്ക് എങ്ങനെ എഴുതാം? കെ റൈസ് ടു എൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഇന്റഗ്രൽ എ ടു ബി കെ എൻ ഓഫ് എക്സ് കൈ എഫ് ഓഫ് കൈ ഡി കൈ എന്ന് എഴുതാൻ സാധിക്കും. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. വേർ ഈ കെ എൻ ഓഫ് എക്സ് കൈ ആണ് നമ്മൾ ഐട്രേറ്റഡ് കേർണൽ. ഇതാണല്ലോ കേർണൽ, കെ എൻ ഓഫ് എക്സ് കൈ. ഇതാണ് ഐട്രേറ്റഡ് കേർണൽ എന്ന് വിളിക്കുക. കെ എൻ ഓഫ് എക്സ് കൈ ഇസ് ദ nth ഐട്രേറ്റഡ് കേർണൽ ഡിഫൈൻഡ് ബൈ ദ റെക്കറൻസ് ഫോർമുല. സോ കെ എൻ ഓഫ് എക്സ് കൈ എനിക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? നമ്മൾ ഈ കെ ടു ഓഫ് എക്സ് കൈ വന്നപ്പോൾ എന്താ വന്നത്? ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് കൈ വൺ ഇൻറ്റു കെ ഓഫ് ഖൈ വൺ ഖൈ. അങ്ങനെ സോ ഇവിടെ രണ്ടിടത്തും കെ ടു വന്നപ്പോൾ രണ്ടിടത്തും കെ വൺ അഥവാ കെ ഓഫ് എക്സ് കൈ യൂസ് ചെയ്ത പോലെ കെ എൻ ഓഫ് എക്സ് കൈ എനിക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. കെ എൻ ഓഫ് എക്സ് കൈ ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് ഖൈ വൺ. ഗിവൺ കേർണലില് ഖൈയുടെ പ്ലേസിൽ ഖൈ വൺ കൊടുക്കുന്നു. കെ ഓഫ് എക്സ് ഖൈ വൺ ഇൻറ്റു കെ എൻ മൈനസ് വൺ ഓഫ് ഖൈ വൺ ഖൈ ഡി ഖൈ വൺ. ഓക്കെ, വേർ കെ വൺ ഓഫ് എക്സ് കൈ, കെ വൺ ഓഫ് എക്സ് കൈ ഇത് ഇമ്പോർട്ടന്റ് ആണ്. കെ വൺ ഓഫ് എക്സ് കൈ എന്ന് പറയുന്നത് എന്താണ്? കെ ഓഫ് എക്സ് കൈ തന്നെയാണ്. ഓക്കെ, കാരണം കെ ടു എഴുതുമ്പോൾ നമുക്ക് കെ ഓഫ് എക്സ് ഖൈ വൺ ഇൻറ്റു കെ വൺ ഓഫ് ഖൈ വൺ ഖൈ എന്ന് വരും. ആ കെ വൺ ഓഫ് ഖൈ വൺ ഖൈ എന്ന് പറയുന്നത് കെ ഓഫ് എന്താണ്? ഖൈ വൺ ഖൈ തന്നെയാണ്. ഓക്കെ, സോ ഇങ്ങനെ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഐട്രേറ്റഡ് കേർണലിന്റെ ഫോർമുല പഠിച്ചു നോക്കണം. കെ എൻ ഓഫ് എക്സ് കൈ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് ഖൈ വൺ ഇൻറ്റു കെ എൻ മൈനസ് വൺ ഓഫ് ഖൈ വൺ ഖൈ ഡി ഖൈ വൺ എൻ വേരീസ് ഫ്രം 2, 3, 4 എക്സെട്ര. കെ വൺ ഫസ്റ്റ് കേർണൽ ഫസ്റ്റ് ഐട്രേഷൻ കെ വൺ ഓഫ് എക്സ് കൈ സെയിം ആസ് കെ ഓഫ് എക്സ് കൈ.
ഇനി നെക്സ്റ്റ് ഒരു റിസൾട്ട് പറയുന്നതാണ്, അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. കെ പി പ്ലസ് ക്യൂ ഓഫ് എക്സ് കൈ കണ്ടുപിടിക്കണമെങ്കിൽ സഫിക്സ് പി പ്ലസ് ക്യൂ, ഇപ്പം കെ ഫൈവ് ഓഫ് എക്സ് കൈ ആണെങ്കിൽ അതിന് എനിക്ക് കെ ടു പ്ലസ് ത്രീ ഓഫ് എക്സ് കൈ എന്ന് എഴുതാമല്ലോ. സോ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഈ ഫോമുല വെച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. കെ ടുവും കെ ത്രീയും അറിയാമെങ്കിൽ കെ ഫൈവ് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇന്റഗ്രൽ എ ടു ബി എന്താണ്, കെ പി ഓഫ് എക്സ് കൈ വൺ ഇൻറ്റു കെ ക്യൂ ഓഫ് കൈ വൺ കൈ ഡി കൈ വൺ ഫോർ എനി പോസിറ്റീവ് ഇൻഡിജേഴ്സ് പി ആൻഡ് ക്യൂ. ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഇനി നമ്മളിവിടെ ഐട്രേറ്റഡ് കേർണലൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അങ്ങനെ ആണെങ്കിൽ നമ്മൾ സൊല്യൂഷൻ, നമ്മുടെ സെക്കൻഡ് കൈൻഡ് ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഈ ഐട്രേറ്റഡ് കേർണൽ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്താൽ എങ്ങനെ വരും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. We have the series solution of the equation y of x is equal to f of x plus lambda integral a to b k of x k y of k d k is given by. നമ്മൾ ഓൾറെഡി ഈ ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷന്റെ സീരീസ് സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വരിക, y of x is equal to f of x plus summation n equal to 1 to infinity lambda raised to n k raised to n of f of x. ഇതിനകത്ത് ഈ k raised to n of f of x എന്ന് പറയുന്നതാണ് ഞാനിപ്പോ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നത് ഈ ഐട്രേറ്റഡ് കേർണൽ കെ എൻ ഓഫ് എക്സ് കെ ഉപയോഗിച്ചുകൊണ്ട്. സോ ആ കെ റൈസ് ടു എൻ എഫ് ഓഫ് എക്സിന് ഞാൻ ഈ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അവിടെ. സോ ഇതെന്താവും, എഫ് ഓഫ് എക്സ് പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ലാംഡ റൈസ് ടു എൻ ഇൻറ്റു കെ എൻ ഓഫ് എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇന്റഗ്രൽ എ ടു ബി കെ എൻ ഓഫ് എക്സ് കൈ എഫ് ഓഫ് കൈ ഡി കൈ. ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു, ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഇന്റർചേഞ്ച് ചെയ്യാൻ പോവാണ് ഇന്റഗ്രലും സമ്മേഷനും. ഇവിടെ ആദ്യം സമ്മേഷൻ പിന്നെ ഇന്റഗ്രൽ. സോ ഞാൻ ആദ്യം ഇന്റഗ്രൽ എഴുതുന്നു, ഇന്റഗ്രൽ എ ടു ബി, അകത്ത് സമ്മേഷൻ കൊടുക്കുന്നു, സമ്മേഷൻ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ഇനി ഈ സമ്മേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇവിടുത്തെ ടേംസ് സമ്മേഷൻ ഓവർ എൻ അല്ലേ, സോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേംസ് എല്ലാം എഴുതുകയാണ്. ലാംഡ റൈസ് ടു എൻ കെ എൻ ഓഫ് കെ എന്നിന് പകരം കെ എൻ പ്ലസ് വൺ ഓഫ് എക്സ് കൈ എന്ന് കൊടുക്കുന്നു. സോ ഇതാണ് സമ്മേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എൻ വരുന്നത് ലാംഡ റൈസ് ടു എന്നും കെ എൻ ഓഫ് എക്സ് കൈക്കും. സോ അതിന്റെ ടേംസ് എഴുതുന്നു. ഇനി ബാക്കിയുള്ളത് പുറത്ത് എഴുതുന്നു, ഞാൻ ഇന്റഗ്രലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ എഫ് ഓഫ് കൈ ഡി കൈ. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ലാംഡായി ഞാൻ ഇവിടെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ഈ സ്റ്റെപ്പിൽ, ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം ഈ ഫംഗ്ഷനെ. ലാംഡ ഇൻറ്റു കെ എൻ ഓഫ് എക്സ് കൈ, ആദ്യം എന്നിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും, ലാംഡ കെ വൺ ഓഫ് എക്സ് കൈ, പിന്നെ ലാംഡ സ്ക്വയർ കെ ടു ഓഫ് എക്സ് കൈ, അങ്ങനെയാണ് വരിക. ഇനി ഈ സമ്മേഷൻ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എന്നിന് 0 കൊടുക്കുമ്പോൾ ലാംഡ റേസ് ടു 0 1. സോ ആദ്യം വെറും കെ വൺ ഓഫ് എക്സ് കൈ, കെ 0 പ്ലസ് 1 1 അല്ലേ, കെ വൺ ഓഫ് എക്സ് കൈ. പക്ഷെ ഇവിടെ ലാംഡ കെ വൺ ഓഫ് എക്സ് കൈ ആണ്. സോ അതാണ് പുറത്തൊരു ലാംഡ കൊടുത്ത്, ഈ ലാംഡ വെച്ച് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി, ലാംഡ കെ വൺ ഓഫ് എക്സ് കൈ. ഇനി സെക്കൻഡ് ടേം നോക്കി, എന്നിന് 1 കൊടുക്കുമ്പോൾ ലാംഡ കെ ടു ഓഫ് എക്സ് കൈ, പക്ഷെ ഇവിടെ ലാംഡ സ്ക്വയർ കെ ടു ഓഫ് എക്സ് കൈ. സോ അതാണ് പുറത്തൊരു ലാംഡ, ആ ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, ലാംഡ സ്ക്വയർ കെ ടു ഓഫ് എക്സ് കൈ. സോ അതുകൊണ്ടാണ് ഒരു ലാംഡ പുറത്തിട്ടിരിക്കുന്നത്. സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റിക്ക് പകരം ഇവിടെ സമ്മേഷൻ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ആക്കുമ്പോൾ ഒരു ലാംഡ പുറത്തും കൂടെ വരണം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചാൽ ഞാൻ ഇവിടെ ഒരു ബ്രാക്കറ്റിൽ ഒരു ക്വാണ്ടിറ്റി എഴുതിയിരിക്കുന്നതാണല്ലോ, ഈ ബ്രാക്കറ്റിൽ ഒരു കിടക്കുന്ന സമ്മേഷൻ, അതിനെ ഞാൻ ഗാമ ഓഫ് എക്സ് കൈ ലാംഡ എന്ന് ഡിനോട്ട് ചെയ്യാണ്. ഗാമ ഓഫ് എക്സ് കൈ ലാംഡ സമ്മേഷൻ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ലാംഡ റൈസ് ടു എൻ കെ എൻ പ്ലസ് 1 ഓഫ് എക്സ് കൈ. ഇത് എക്സ്പാൻഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ആദ്യം കെ വൺ ഓഫ് എക്സ് കൈ എന്നല്ലേ കിട്ടുന്നത്, ലാംഡ റൈസ് ടു 0 1 വരും, കെ വൺ ഓഫ് എക്സ് കൈ എന്നിന് 0 കൊടുക്കുമ്പോൾ കെ വൺ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ കെ വൺ ഓഫ് എക്സ് കൈ സെയിം ആസ് കെ ഓഫ് എക്സ് കൈ. സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ കെ വൺ എന്ന് പറയുന്നതിനെ കെ ഓഫ് എക്സ് കൈ എന്ന് മാത്രം എഴുതിയിരിക്കുന്നത്. പ്ലസ് എന്ത് വരും, ലാംഡ കെ ടു ഓഫ് എക്സ് കൈ പ്ലസ് ലാംഡ സ്ക്വയർ കെ ത്രീ ഓഫ് എക്സ് കൈ പ്ലസ് എക്സെട്ര. ഈ സീരീസിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഗാമ ഓഫ് എക്സ് കൈ ലാംഡ എന്ന് പറയുന്നതാണ് റിസോൾവന്റ് കേർണൽ. സോ ഇത് പഠിച്ചു വെക്കണം, റിസോൾവന്റ് കേർണലിന്റെ ഇക്വേഷൻ ഇത് പഠിച്ചു വെക്കണം. കാരണം എന്താന്ന് ചോദിച്ചാൽ ഫൈൻഡ് ദ റിസോൾവന്റ് കേർണൽ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ഇത് പഠിച്ചു നോക്കണം, അങ്ങനെയാണെങ്കിൽ റിസോൾവന്റ് കേർണൽ ചെയ്യാൻ പറ്റൂ. പിന്നെ ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഈ കെ ടു കെ ത്രീ ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഐട്രേഷൻ ഫോർമുല കെ എൻ ഓഫ് എക്സ് കൈ എന്താന്നുള്ള ഈ കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. സോ ഇത് പഠിച്ചു നോക്കണം. സോ അത് ബോക്സിലാക്കി ഇട്ടോളുക. ഇതും അതേപോലെ തന്നെ ഈ റിസോൾവന്റ് കേർണലിന്റെ ഇക്വേഷൻ ഗാമ ഓഫ് എക്സ് കൈ ലാംഡ എന്ന് പറയുന്നതാണ് റിസോൾവന്റ് കേർണൽ. Then the solution is given by, ഈ റിസോൾവന്റ് കേർണൽ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിവൺ ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷനെ നമുക്ക് റിസോൾവന്റ് കേർണൽ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം. സോ ഇവിടെ ഈ ക്വാണ്ടിറ്റിക്ക് ഞാൻ ഗാമ ഓഫ് എക്സ് കൈ ലാംഡ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എങ്ങനെ എന്തായി മാറും, ഇത് y ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി ഗാമ ഓഫ് എക്സ് കൈ ലാംഡ എന്ന് പറഞ്ഞു കൊടുക്കുക. ഈ സമ്മേഷൻ ഗാമ ഓഫ് എക്സ് കൈ ലാംഡ ഇൻറ്റു എഫ് ഓഫ് കൈ ഡി കൈ. ഓക്കെ, സോ ഇതായിരിക്കും റിസോൾവന്റ് കേർണൽ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതാണ് തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷൻ. ഇതിനൊരു വ്യത്യാസവുമില്ല. ഈ കെ ഓഫ് എക്സ് കൈക്ക് പകരം നമ്മൾ റിസോൾവന്റ് കേർണൽ ഗാമ ഓഫ് എക്സ് കൈ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ y ഓഫ് കൈക്ക് പകരം എഫ് ഓഫ് കൈ, ക്യാപിറ്റൽ എഫ് ഓഫ് കൈ ആണ് കൊടുക്കുന്നത്. അതായത് ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം കൈ കൊടുത്തും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ രീതിയിലായിരിക്കും
സൊല്യൂഷൻ വരിക. ഓക്കെ, അതായത് ഇപ്പൊ ഫൈൻഡ് ദ സൊല്യൂഷൻ, ഒരു ഇന്റഗ്രൽ ഇക്വേഷൻ തന്നിട്ട് ഫൈൻഡ് ദ സൊല്യൂഷൻ യൂസിങ് റിസോൾവന്റ് കേർണൽ എന്ന് പറഞ്ഞാൽ റിസോൾവന്റ് കേർണൽ കണ്ടുപിടിച്ചിട്ട് ഈ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണം സൊല്യൂഷൻ എഴുതാൻ. ഓക്കെ, the function gamma of x chi lambda is known as the reciprocal or resolvent kernel എന്നൊക്കെ വിളിക്കും. റെസിപ്രോക്കൽ എന്ന് വിളിക്കും ഇതിനെ, പക്ഷെ മെയിൻ ആയിട്ട് അറിയപ്പെടുന്ന റിസോൾവന്റ് കേർണൽ എന്നാണ്. കൂടാതെ ന്യൂമാൻ സീരീസ് എന്നും ഇതിനെ വിളിക്കും. സോ റിസോൾവന്റ് കേർണൽ അസോസിയേറ്റഡ് വിത്ത് ദ കേർണൽ കെ ഓഫ് എക്സ് കൈ. സോ ഈ കെ ഓഫ് എക്സ് കൈ കേർണൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റിസോൾവന്റ് കേർണൽ കണ്ടുപിടിക്കുന്നത്. ആദ്യം കെ ഓഫ് എക്സ് കൈ, കെ ടു ഓഫ് എക്സ് കൈ കണ്ടുപിടിക്കുന്നത് ഐട്രേറ്റീവ് ഫോമില, അതിനകത്ത് ഉപയോഗിക്കുന്നത് കേർണൽ കെ ഓഫ് എക്സ് കൈ തന്നെയാണ്. സോ അതിനെയാണ്, സോ അതുകൊണ്ടാണ് ഈ റിസോൾവന്റ് കേർണൽ ഓഫ് ദ കേർണൽ കെ ഓഫ് എക്സ് കെ തന്നിരിക്കുന്ന ഇന്റഗ്രൽ ഇക്വേഷനിലെ കേർണലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസോൾവന്റ് കേർണൽ എന്ന് വിളിക്കും. ഓക്കെ, ദ സീരീസ് ടു എന്ന് പറയുന്നത് ഈ റിസോൾവന്റ് കേർണലിന്റെ ഫോമിലാണ്. അതൊരു സീരീസ് അല്ലേ, സമ്മേഷൻ. ആ സീരീസിനെ നമ്മൾ സീരീസ് ആയതുകൊണ്ട് തന്നെ അതിനെ ന്യൂമാൻ സീരീസ് എന്നും അറിയപ്പെടും. ന്യൂമാൻ സീരീസ് എന്നും റിസോൾവന്റ് കേർണൽ എന്നും റെസിപ്രോക്കൽ എന്നൊക്കെ അറിയപ്പെടും. ഇനി ന്യൂമാൻ സീരീസ് എപ്പോഴാണ് കൺവേർട്ട് ചെയ്യുക? അതൊരു സീരീസ് ആണല്ലോ, സോ അത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ സം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. The Newman series converges when mod lambda is less than 1 by m into b minus a. നമ്മൾ ഐട്രേറ്റീവ് മെത്തേഡ് വെച്ച് സൊല്യൂഷൻ കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? മോഡ് ലാംഡ ലെസ് ദാൻ 1 by m into b minus a. ആ സെയിം കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്യണം ഈ ന്യൂമാൻ സീരീസ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ കണ്ടീഷൻ അല്ലെങ്കിൽ മറ്റൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും മതി. എന്താണ്? മോഡ് ലാംഡ ഈസ് ലെസ് ദാൻ മോഡ് ലാംഡ 1. മോഡ് ലാംഡയുടെ വാല്യൂ ലെസ് ദാൻ മോഡ് ലാംഡ 1 ആയിരിക്കണം. വേറെ ലാംഡ 1 എന്താണ്? Lambda 1 is the smallest characteristic number. ആ ഗിവൺ ഇന്റഗ്രൽ ഇക്വേഷന്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സിലെ ഏറ്റവും സ്മോളസ്റ്റ് ആണ് ലാംഡ 1. അങ്ങനെയാണെങ്കിൽ മോഡ് ലാംഡയുടെ വാല്യൂ ഇപ്പൊ ഏറ്റവും സ്മോളസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ -2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മോഡ് ലാംഡയുടെ വാല്യൂ ലെസ് ദാൻ മോഡ് -2, അതായത് 2. സോ മോഡ് ലാംഡ ലെസ് ദാൻ 2 ആകുമ്പോൾ ആ സീരീസ് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ ന്യൂമാൻ സീരീസ് കൺവേർട്ട് ചെയ്യുന്ന ഒന്നെങ്കിൽ ഈ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സിമിലർലി ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മൾ സീരീസ് സൊല്യൂഷൻ ഐട്രേറ്റീവ് മെത്തേഡിലെ സീരീസ് സൊല്യൂഷന്റെ കേസിൽ നമ്മൾ മോഡ് ലാംഡ ലെസ് ദാൻ 1 by m into b minus a മാത്രമേ അവിടെ പറഞ്ഞുള്ളൂ. ആ ഐട്രേറ്റീവ് മെത്തേഡിൽ ആ സൊല്യൂഷൻ ഒന്നെങ്കിൽ മോഡ് ലാംഡ ലെസ് ദാൻ 1 by m into b minus a അല്ലെങ്കിൽ നേരത്തെ ന്യൂമാൻ സീരീസിന്റെ കാര്യം പറഞ്ഞ പോലെ മോഡ് ലാംഡ ലെസ് ദാൻ മോഡ് ലാംഡ 1, where lambda 1 is the smallest characteristic number. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മുടെ ഐട്രേറ്റീവ് മെത്തേഡിലെ സീരീസ് സൊല്യൂഷനും കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇനി അടുത്തൊരു നോട്ടിലേക്ക് നിന്നാണ് പോകുന്നത്, അത് വളരെ ശ്രദ്ധിച്ച് നോക്കുക. ഗാമ ഓഫ് എക്സ് കൈ ലാംഡ റിസോൾവന്റ് കേർണൽ ഇക്വേഷൻ എടുത്തിരിക്കുകയാണ്. സിഗ്മ n equal to 0 to infinity lambda raised to n k n plus 1 of x chi. അത് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. k of x chi plus lambda k2 of x chi plus lambda square k3 of x chi plus etc. That is equal to k of x chi plus ആദ്യത്തെ കേർണലിലെ k of x chi അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നു. അടുത്ത ടേംസ് പോലെ ഇവിടെ മുതലുള്ള ടേമിനെ ഞാൻ സമ്മേഷൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ലാംഡ അതിന്റെ പുറത്തുണ്ട്. സമ്മേഷൻ n equal to 0 to infinity lambda raised to n k n plus 2 of x chi എന്ന് പറയുന്ന ഒരു സമ്മേഷൻ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഗാമ ഓഫ് എക്സ് കൈ ലാംഡ നമ്മൾ ആ സീരീസ് അതുപോലെ തന്നെ എഴുതി അതിന്റെ എക്സ്പാൻഷൻ ഇവിടെ കൊടുക്കുന്നു. നമ്മൾ ഈ സെക്കൻഡ് ടേമുകളുള്ള കാര്യം കെ ഓഫ് എക്സ് കൈ അതുപോലെ തന്നെ നിർത്തി. സെക്കൻഡ് ടേമിൽ പിന്നെ അങ്ങോട്ടുള്ള ടേംസിൽ നമ്മളൊരു ലാംഡ കോമൺ എടുത്തു. ബാക്കി ആ ടേംസിന് നമ്മൾ സമ്മേഷൻ n equal to 0 to infinity ലാംഡ റേസ് ടു n k n plus 2 of x chi എന്ന് എഴുതി. നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. n 0 എടുത്ത് n 0 എടുക്കുമ്പോൾ ലാംഡ റേസ് ടു 0 1 ആദ്യം k2 വരും. സോ k2ന്റെ കോഎഫിഷ്യന്റ് ലാംഡ വേണം, അതുകൊണ്ടാണ് ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത്. അടുത്തത് എന്താ വരും? n 1 കൊടുക്കുമ്പോൾ ലാംഡ k3 എന്ന് വരും. ലാംഡ k3 അല്ല, ഇവിടെ ലാംഡ സ്ക്വയർ k3 ആണ്. അത് കിട്ടണമെങ്കിൽ ഒരു ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഔട്ട് സൈഡ് ഒരു ലാംഡ. സോ അതുകൊണ്ടാണ് ലാംഡ പുറത്തെടുക്കുന്നത്. സമ്മേഷൻ n equal to 0 to infinity ആക്കി. ഓക്കെ, നെക്സ്റ്റ് that is equal to k of x chi plus lambda into summation n equal to 0 to infinity lambda raised to n into ഈ k n plus 2 of x chi എന്ന് പറയുന്ന ഐട്രേറ്റഡ് കേർണൽ ആണ്. ഐട്രേറ്റഡ് കേർണലിന്റെ ഫോർമുല ഞാൻ പറഞ്ഞായിരുന്നു, കാണാതെ പഠിക്കണം എന്നുള്ളത്. k n of x chi അവിടെ k n plus 2 of x chi, n ന് പോലെ n plus 2 കൊടുത്താൽ എന്ത് കിട്ടും? ഇന്റഗ്രൽ ഫ്രം a to b k of x chi 1 into k n plus 2 minus 1. n plus 2 minus 1 is n plus 1 k n plus 1 of chi 1 chi d chi 1 എന്ന് വരും. സോ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഫോർമുലയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇന്റഗ്രൽ ഫ്രം എ ടു ബി ഈ കെ എൻ പ്ലസ് 2 ഓഫ് എക്സ് കൈക്ക് പകരം ഇന്റഗ്രൽ ഫ്രം എ ടു ബി കെ ഓഫ് എക്സ് കൈ 1 ഇൻറ്റു കെ എൻ പ്ലസ് 1. കണ്ടോ? കെ എൻ പ്ലസ് 1 ഓഫ് ഖൈ 1 ഖൈ ഡി ഖൈ 1. ദാറ്റ് ഈസ് കെ ഓഫ് എക്സ് കൈ പ്ലസ് ലാംഡ ഇൻറ്റു ഇവിടെ സമ്മേഷൻ ആദ്യം, അതിനുശേഷം ഇന്റഗ്രൽ ഇന്റർചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് ഖൈ 1. സോ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ഓക്കെ സമ്മേഷനും
ഇന്റഗ്രൽ ആദ്യം എഴുതി അതിനുശേഷം സമ്മേഷൻ. നിങ്ങൾ നോക്കുക, ഇത് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സമ്മേഷൻ ഡിപ്പെൻഡ്സ് ഓവർ എൻ ആണ്. സമ്മേഷൻ ഓവർ എൻ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് എൻ വരുന്ന ടേംസിനെ സമ്മേഷൻ അകത്ത് കൊടുക്കുക. സോ ലാംഡ റേസ് ടു എൻ, പിന്നെ എന്താണ് കെ എൻ പ്ലസ് വൺ ഓഫ് കൈ വൺ കൈ, ഇത്രയും സമ്മേഷൻ അകത്ത് കൊടുത്തു. ബാക്കിയുള്ളത് പുറത്ത് കൊടുക്കാം. കെ ഓഫ് എക്സ് കൈ വൺ പിന്നെ ഡി കൈ വൺ. ഓക്കെ, അതിനുശേഷം ദാറ്റ് ഇസ് ഈക്വൽ ടു കെ ഓഫ് എക്സ് കൈ പ്ലസ് ലാംഡ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് കൈ വൺ. ഈ ഫോമുല എന്ന് പറയുന്നത് നമ്മുടെ റിസോൾവന്റ് കേർണലിന്റെ കണ്ടോ ഫോമുല തന്നെയാണ്. സിഗ്മ ഇൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ലാംഡ റേസ് ടു എൻ കെ എൻ പ്ലസ് വൺ ഓഫ് എക്സ് കൈ അല്ല കൈ വൺ കൈ ആണ്. സോ റിസോൾവന്റ് കേർണലില് എക്സിന് പകരം ഇവിടെ കൈ വൺ കൊടുക്കുന്നതാണ് നമുക്ക് കിട്ടുക. ലാംഡ ഓഫ് കൈ വൺ കൈ ലാംഡ. ഓക്കെ, ദാറ്റ് ഈസ് ഗാമ ഓഫ്. സോ ഇതെന്താവും ഗാമ ഓഫ്, ഇതിന് പകരം എന്ത് കൊടുക്കാം കൈ വൺ, എക്സിന് പകരം കൈ വൺ ആണ് ഇവിടെ. സോ കൈ വൺ കൈ ലാംഡ ഡി കൈ വൺ. ഓക്കെ, ചേഞ്ച് ദ വേരിയബിൾ. ഇനി ഇപ്പൊ നമ്മൾ എഴുതി വെച്ചത് ഗാമ ഓഫ് എക്സ് കൈ ലാംഡ അല്ലേ, ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഒരു വേരിയബിൾ ചേഞ്ച് അപ്ലൈ ചെയ്യാൻ പോവാണ്. ചേഞ്ച് ദ വേരിയബിൾ ഫ്രം ഖൈ ടു ടി ആൻഡ് ഖൈ വൺ ടു ഖൈ വി ഗെറ്റ്. ഖൈക്ക് പകരം ടി കൊടുക്കുക, ഖൈ വണ്ണിന് പകരം ഖൈ കൊടുക്കുക. സോ ഖൈക്ക് പകരം ഇവിടെ എക്സിന് പകരം ടി കൊടുക്കുക. സോറി, ചേഞ്ച് ദ വേരിയബിൾ ഫ്രം ഖൈ, ഓക്കെ, ഖൈക്ക് പകരം ടി, ഖൈ വണ്ണിന് പകരം ലാംഡ. സോ ഇത് എന്തും എക്സ് ടി ലാംഡ. ഓക്കെ, സോ ഗാമ ഓഫ് എക്സ് ടി ലാംഡ ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക എക്സ് അതുപോലെ തന്നെ കെ ഓഫ് എക്സ് ഖൈക്ക് പകരം ടി, കെ ഓഫ് എക്സ് ടി പ്ലസ് ലാംഡ ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് ഖൈ വണ്ണിന് പകരം ഖൈ. സോ കെ ഓഫ് എക്സ് കൈ പ്ലസ് ലാംഡ, ഖൈ വണ്ണിന് പകരം ഖൈ ആണ്. സോ ഖൈക്ക് പകരം ടി, ഖൈ ടി ലാംഡ ഡി ഖൈ എന്ന് കിട്ടും. നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ പറയുന്ന കാര്യം നോക്കുക. Thus the resolvent kernel chi considered as a function of the two variables x, t and the parameter lambda is the solution of the equation y of x is equal to f of x plus lambda integral a to b k of x chi y of chi d chi. അതായത് നമ്മളിവിടെ പറയുന്നത് നമ്മുടെ ഈ സെക്കൻഡ് കൈൻഡ് ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷൻ y of x is equal to f of x plus lambda integral a to b k of x chi y of chi d chi. ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് റിസോൾവന്റ് കേർണലിനെ പറയാം. കാരണം ഈ ഇക്വേഷനിൽ y ഓഫ് എക്സിന് പകരം നമ്മൾ ഗാമ ഓഫ് എക്സ് ടി ലാംഡ എന്ന് പറയുന്ന റിസോൾവന്റ് കേർണൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതേ ഇക്വേഷനിൽ തന്നെ y ഓഫ് എക്സിന് പകരം നോക്കുക, ഇവിടെ ഗാമ ഓഫ് എക്സ് ടി ലാംഡ ആണ്. ഓക്കെ, നോക്കുക, ഇന്റഗ്രലിനകത്തും ഒരു y ഓഫ് ഖൈ വരുന്നുണ്ട്, അവിടെ എന്ത് വന്നു y ഓഫ് ഖൈ വരുന്നുണ്ട്, അവിടെ എന്ത് വന്നു ഇവിടെ ഗാമ ഓഫ് എക്സ് ടി ലാംഡയിൽ എക്സിന് പകരം ഖൈ കൊടുത്തത് ഗാമ ഓഫ് ഖൈ ടി ലാംഡ ആണ് വന്നിരിക്കുന്നത്. ഒരേ ഒരു വ്യത്യാസം, ഇവിടെ കേർണലിന് പകരം കെ ഓഫ് എക്സ് ടിക്ക് പകരം എഫ് ഓഫ് എക്സ് വന്നിട്ടുണ്ട്. സോ ഈ ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് എന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ സാധിക്കുക, ഈ സെക്കൻഡ് കൈൻഡ് ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് റിസോൾവന്റ് കേർണൽ. വൈക്ക് പകരം ഗാമ ഓഫ് എക്സ് ടി ലാംഡ കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. പക്ഷെ ഒരു ചേഞ്ച് വേണം, ഈ ഇന്റഗ്രൽ ഇക്വേഷൻ എഫ് ഓഫ് എക്സിന്റെ പ്ലേസിൽ എന്തായിരിക്കണം, കേർണൽ ആയിരിക്കണം വരേണ്ടത്, കെ ഓഫ് എക്സ് ടി ആണ് വരേണ്ടത്. സോ വെൻ ദ പ്രിസ്ക്രൈബ്ഡ്, സോ ഈ റിസോൾവന്റ് കേർണൽ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് കൈൻഡ് ഫ്രെഡോം ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും എപ്പോഴാണ്, വെൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫംഗ്ഷൻ എഫ് ഈസ് റീപ്ലേസ്ഡ് ബൈ കേർണൽ കെ. ഈ എഫ് ഓഫ് എക്സിന് പകരം ഇവിടെ കേർണൽ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, എഫ് ഓഫ് എക്സിന്റെ പ്ലേസിൽ കേർണൽ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും റിസോൾവന്റ് കേർണൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം, നമ്മൾ എഫ് ഓഫ് എക്സിന് പകരം റിസോൾവന്റ് കേർണൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഗാമ ഓഫ് എക്സ് ടി ലാംഡ ആ കറസ്പോണ്ടിങ് ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. ഫൈൻഡ് ദ റിസോൾവന്റ് കേർണൽ അസോസിയേറ്റഡ് വിത്ത് ദ കേർണൽ കെ ഓഫ് എക്സ് കൈ ഈസ് ഈക്വൽ ടു 1 മൈനസ് 3x കൈ ഇൻ ദ ഇന്റർവൽ 0 1. അതായത് ഒരു കേർണൽ തന്നിട്ടുണ്ട് കെ ഓഫ് എക്സ് കൈ ഈസ് ഈക്വൽ ടു 1 മൈനസ് 3x കൈ. സോ കറസ്പോണ്ടിങ് റിസോൾവന്റ് കേർണൽ കണ്ടുപിടിക്കാൻ ഇൻ ദ ഇന്റർവൽ 0 1. ഇനി ഇങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്റഗ്രൽ ഇക്വേഷൻ തന്നിട്ട് ഫൈൻഡ് ദ റിസോൾവന്റ് കേർണൽ എന്നും ചോദിക്കാം. സോ അവിടുത്തെ കേർണൽ കെ ഓഫ് എക്സ് കൈ എടുത്തിട്ട് റിസോൾവന്റ് കേർണൽ കണ്ടുപിടിച്ചാൽ മതി. സോ ഇവിടെ നമുക്ക് റിസോൾവന്റ് കേർണൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം അത് സീരീസ് ഫോമിലാണ്. എന്താണ് കെ ഓഫ് എക്സ് കൈ പ്ലസ് ലാംഡ കെ ടു ഓഫ് എക്സ് കൈ പ്ലസ് ലാംഡ സ്ക്വയർ കെ ത്രീ ഓഫ് എക്സ് കൈ പ്ലസ് എക്സെട്ര. സോ അവിടെ ഐറ്ററേറ്റഡ് കേർണൽ ആദ്യം കണ്ടുപിടിക്കണം. സോ ഐറ്ററേറ്റഡ് കേർണലിന്റെ ഫോമിലാണ് ഞാൻ എഴുതുന്നത്. കെ എൻ ഓഫ് എക്സ് കൈ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് കൈ വൺ ഇൻറ്റു കെ എൻ മൈനസ് വൺ ഓഫ് കൈ വൺ കൈ ഡി കൈ വൺ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. സോ കെ ടു ഓഫ് എക്സ് കൈ എന്ന് പറയുന്നതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അത് എന്ത് വരും, ഇന്റഗ്രൽ 0 to 1 കെ ഓഫ് എക്സ് കൈ വൺ ഇൻറ്റു കെ വൺ ഓഫ്, ഇവിടെ 2 കൊടുക്കുമ്പോൾ ഇത് എന്താവും കെ വൺ ഓഫ് കൈ വൺ കൈ ഡി കൈ വൺ. കെ വൺ ഓഫ് കൈ വൺ കൈ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ഐറ്ററേറ്റഡ് കേർണൽ പറഞ്ഞപ്പോൾ ഓൾറെഡി പറയുന്നുണ്ട് കെ വൺ ഓഫ് എക്സ് കൈ എന്ന് പറയുന്നത് കെ ഓഫ് എക്സ് കൈ തന്നെയാണ്. സോ കെ വൺ ഓഫ് കൈ വൺ കൈ എന്ന് പറയുന്നത് കെ ഓഫ് കൈ വൺ കൈ. കെ ഓഫ് എക്സ് കൈ അറിയാം, അവിടെ എക്സിന് പകരം കൈ വൺ കൊടുക്കുന്നു.
സോ 1 മൈനസ് 3 chi1 chi. K of x chi1 എഴുതുന്നത് ഈ ഖൈക്ക് പകരം chi1 കൊടുത്തിട്ട്. സോ ഇന്റഗ്രൽ 0 to 1 മൈനസ് 3x chi1 ഇൻറ്റു K1 ഓഫ് chi1 chi ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 1 മൈനസ് 3 chi1 chi d chi1. സോ ഈ ബ്രാക്കറ്റ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം വിത്ത് റെസ്പെക്ട് ടു chi1 ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ 0 to 1 കൊടുക്കുന്നു. 0 കൊടുക്കുമ്പോൾ ഈ എല്ലാ ടേംസിലും chi1 ഉണ്ട്. chi1 0 എന്ന് പറയുന്ന ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോകും മൊത്തത്തിൽ. സോ 1 മാത്രം കൊടുത്താൽ മതി. സോ 1 കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക ആൻസർ 1 മൈനസ് 3/2 ഇൻറ്റു എക്സ് പ്ലസ് chi പ്ലസ് 3x chi. നെക്സ്റ്റ് കാണുള്ള K3 ഓഫ് എക്സ് കൈ വാല്യൂറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ 0 to 1 K ഓഫ് എക്സ് chi1 ഇൻറ്റു K2 ഓഫ് chi1 chi എന്ന് വരും. അതിൽ K2 ഓഫ് എക്സ് കൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. K2 ഓഫ് chi1 chi കിട്ടാൻ ഇവിടെ എക്സിന് പകരം chi1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇതിനകത്ത്. K ഓഫ് എക്സ് chi1 നമുക്കറിയാം. K ഓഫ് എക്സ് കൈ നമ്മുടെ തന്നിരിക്കുന്ന കേർണലിൽ ഖൈക്ക് പകരം chi1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു chi1. ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ 0 to 1 കൊടുക്കുന്നു. സോ 0 to 1 കൊടുത്തിരിക്കുകയാണ്. ഞാൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയും ടേംസ് നമ്മൾ chi1ന് 1 കൊടുക്കുന്നതാണ്. ഇനി chi1ന് 0 കൊടുക്കുമ്പോൾ ഈ ഒരു ടേം കണ്ടോ, ഈ സെക്കൻഡ് ടേം 3/4 ഇൻറ്റു chi1ന് 0 കൊടുത്താൽ മൈനസ് 3/4 chi സ്ക്വയർ വരും. സോ അത് മാത്രമേ വരത്തുള്ളൂ. സോ മൈനസ് ഓഫ് മൈനസ് 3/4 chi സ്ക്വയർ ആയതുകൊണ്ട് തന്നെ പ്ലസ് 3/4 chi സ്ക്വയർ വരും. ബാക്കി എല്ലാ ടേമിലും chi1 ഇങ്ങനെ ഉണ്ട്, ഡയറക്റ്റ് ഉണ്ട്. സോ അത് 0 ആയി പോകും. സോ ആ ഒരു ടേമേ 0 കൊടുക്കുമ്പോൾ വരുന്നുള്ളൂ ഈ പ്ലസ് 3/4 chi സ്ക്വയർ. സോ ഇത് സിംപ്ലിഫൈ ചെയ്താണ് ചെയ്യുന്നത്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/4 ഇൻറ്റു 1 മൈനസ് 3x chi. അടുത്ത K4 ഓഫ് എക്സ് കൈ സിമിലർലി കണ്ടുപിടിക്കുന്നു. ഇന്റഗ്രൽ 0 to 1 K ഓഫ് എക്സ് chi1 ഇൻറ്റു K3 ഓഫ് chi1 chi. നമ്മൾ K3 ഓഫ് എക്സ് കൈ കണ്ടുപിടിച്ചു, നമുക്ക് ഇവിടെ കിട്ടിയ K3 ഓഫ് chi1 chi എന്ന് പറയുമ്പോൾ അവിടെ എക്സിന് പകരം chi1 കൊടുക്കുന്നു 1/4 ഇൻറ്റു 1 മൈനസ് 3 chi1 chi. K ഓഫ് എക്സ് chi1 മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1/4 ഔട്ട്സൈഡ് എടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു chi1 ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന 1/4 ഇൻറ്റു 1 മൈനസ് 3/2 ഇൻറ്റു എക്സ് പ്ലസ് chi പ്ലസ് 3x chi. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എനിക്കിവിടെ K3 നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് K1 ഗിവൺ കേർണൽ K1 1 മൈനസ് 3x chi ആണ്. ഇവിടെ നമുക്ക് K3 ആയിട്ട് കിട്ടിയിരിക്കുന്നത് എന്താണ് 1/4 ഇൻറ്റു K1 ആണ്. 1 മൈനസ് 3x chi is K1. സോ 1/4 K1/4 എന്ന് കിട്ടും K3. സിമിലർലി K4 നമ്മൾ നോക്കിയാൽ അറിയാം 1/4 ഇൻറ്റു ഇത് K2 ആണ് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത്. K2 നമ്മൾ രണ്ടാമത് കണ്ടുപിടിച്ചു, നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് K2 ഓഫ് എക്സ് കൈ. സോ K2/4 എന്ന് കിട്ടും K4. സോ അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. Here K3 is equal to K1/4 and K4 is equal to K2/4. So hence we have in general Kn എഴുതിയാൽ എങ്ങനെ എഴുതാം Kn-2/4 from n greater than or equal to 3 onwards. So resolvent kernel ഫോർമുല എഴുതുന്നു gamma of x chi lambda K1 of x chi. K1 എന്ന് പറഞ്ഞ് എഴുതാം അല്ലെങ്കിൽ K of x chi എന്ന് എഴുതാം, രണ്ടും സെയിം തന്നെയാണ്. സോ ഞാനിവിടെ കാരണം ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം ഈ ഓഡ് പവേഴ്സിൽ K3 ഇനി K5 K3 എനിക്ക് K1/4 എന്ന് എഴുതാം. അങ്ങനാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഫോമിൽ നോക്കിയാൽ Kn K5നെ നമുക്ക് എങ്ങനെ എഴുതാം K5 is K3/4. K3 എന്ന് പറയുന്നത് K1/4 ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും K1/16 എന്ന് വരും. സോ നമുക്ക് ഓഡ് സഫിക്സ് വരുന്നത് K3 K5 എക്സെട്ര എല്ലാത്തിനെയും K1ന്റെ ടേംസിൽ എഴുതാൻ സാധിക്കും. അതേപോലെ ഈവൻ പവേഴ്സിൽ വരുന്ന എല്ലാം എന്തിന് K2ന്റെ ടേംസിൽ എഴുതാം. കാരണം K4 K2/4 ആണ്. ഇനി ഈ ഫോമുല Kന്റെ ഈ ഫോമുല K6 എഴുതിയാൽ K4/4, അതായത് K2/4/4 K2/16 എന്ന് എഴുതാം K6ന്. സോ എല്ലാം ഈവൻ സഫിക്സ് വരുന്ന എല്ലാം K2ന്റെ ടേംസിലാവും. സോ K1ഉം K2 രണ്ട് കേർണൽ വെച്ചിട്ട് നമുക്ക് ആ കംപ്ലീറ്റ് സീരീസിനെ റെപ്രസെന്റ് ചെയ്യാം. അങ്ങനത്തെ റിലേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാ കേർണലിന്റെ കേസിലും അത് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, സോ ഫോമുല ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു K1 of x k plus lambda K2 of x k plus lambda square K3 of x k plus lambda cube K4 of x k plus etc. സോ K1 of x k ഞാൻ K1 എന്ന് തന്നെ അതിന് കൊടുക്കുന്നു, lambda K2 ബാക്കി എല്ലാം K1ന്റെയും K2ന്റെയും ടേംസിലാവുമല്ലോ. സോ ലാംഡ സ്ക്വയർ K3 എന്ന് പറയുന്നത് K1/4 പ്ലസ് ലാംഡ ക്യൂബ് K4 എന്ന് പറയുന്നത് K2/4 എന്ന് കിട്ടും. അടുത്തത് K5 ലാംഡ റേസ് ടു 4 ഇൻറ്റു K5 എന്ന് പറയുന്നത് ഈ ഫോമുല വെച്ച് എഴുതിയ K5 എന്തായി K5 is K3/4 അതാണ് ഇവിടെ കൊടുത്തത്. പ്ലസ് ലാംഡ റേസ് ടു 5 ഇൻറ്റു K6 വരും. K6 ഈ ഫോമുലയിൽ നിന്ന് K4/4 എന്ന് കിട്ടും. സോ K1 പ്ലസ് ലാംഡ K2 പ്ലസ് ലാംഡ സ്ക്വയർ K1/4 പ്ലസ് ലാംഡ ക്യൂബ് K2/4 പ്ലസ് ലാംഡ റേസ് ടു 4 K3/4. K3 എനിക്ക് എന്ത് കൊടുക്കാം K1/4 എന്ന്. സോ ഇതെന്താവും K1/16 പ്ലസ് ലാംഡ റേസ് ടു 5 K2/16. K4ന് ഞാൻ ഇവിടെ K2/4 എന്ന് കൊടുക്കുമ്പോൾ ഇതെന്താവും K2/16 എന്നാവും. സോ അതേ പറഞ്ഞു ഈ സീരീസിലെ എല്ലാ ടേംസിനെയും എനിക്ക് K1ന്റെയും K2ന്റെയും ടേംസിലാവും. സോ ഞാൻ K1 കോമൺ എടുത്ത് എനിക്ക് എന്ത് കിട്ടും 1 പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 4 പ്ലസ് ലാംഡ റേസ് ടു 4/16 പ്ലസ് എക്സെട്ര. പ്ലസ് K2 കോമൺ എടുക്കുമ്പോൾ അവിടെ ഞാനൊരു ലാംഡയും കൂടെ കോമൺ എടുക്കുകയാണ് K2ന്റെ ടേംസിൽ. സോ ബാക്കി എന്ത് കിട്ടും 1 പ്ലസ്
lambda square by 4 plus k2. So lambda square by 4 plus lambda raised to 4 by 16 plus extra. Lambda കൂടെ ഔട്ട്സൈഡ് എടുത്തിട്ടുണ്ട് k2ന്റെ ടേംസിൽ. സോ നമ്മൾ നോക്കിയാൽ അറിയാം ഈ രണ്ട് ടേംസിലും കോമൺ ആയിട്ട് ബ്രാക്കറ്റിൽ വരുന്ന സീരീസ് സെയിം ആണ്. സോ അത് കോമൺ എടുക്കുന്നു. 1 plus lambda square by 4 plus lambda raised to 4 by 16 plus extra. ബാക്കി എന്ത് കിട്ടും? ഇൻറ്റു k1 plus lambda k2 എന്ന് കിട്ടും. സോ ഈ സീരീസ് ഇതൊരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് കോമൺ റേഷ്യോ ലാംഡ സ്ക്വയർ ബൈ 4 അത് ലെസ് ദാൻ 1 ആണെങ്കിൽ ഇഫ് ലാംഡ സ്ക്വയർ ബൈ 4 ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? a by 1 minus ആകുന്ന രീതിയിൽ എഴുതാം. സോ 1 by 1 minus ലാംഡ സ്ക്വയർ ബൈ 4 എന്ന് ഈ സീരീസിനെ എഴുതാം ഇൻറ്റു k1 plus lambda k2. സോ ഈ ലാംഡ സ്ക്വയർ ബൈ 4 ലെസ് ദാൻ 1 എന്ന കണ്ടീഷൻ ആണ് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ലാംഡ സ്ക്വയർ ലെസ് ദാൻ 4 ദാറ്റ് ഈസ് -2 ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ 2 അതായത് മോഡ് ലാംഡ ലെസ് ദാൻ 2 ആകുമ്പോൾ എന്താണ് റിസോൾവന്റ് കേർണൽ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി k1 ഉം k2 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ 1 by 1 minus lambda square by 4 into 1 minus 3x എന്നാണ് k1 കിട്ടിയത് പ്ലസ് ലാംഡ k2 കിട്ടിയത് 1 minus 3 by 2 into x plus chi plus 3x chi. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇഫ് ഇത് ഈ രീതിയിൽ എഴുതാൻ പറ്റുന്ന എപ്പോഴാണ് ഇഫ് മോഡ് ലാംഡ ലെസ് ദാൻ 2 ആകുമ്പോൾ. സോ അത് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. ഈ ബ്രാക്കറ്റ് ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഓപ്പൺ ചെയ്തു. എന്നിട്ട് കോൺസ്റ്റന്റ് ടേം ആയ 1 plus ലാംഡ ഒരുമിച്ച് ഇടുന്നു. -3 by 2 ലാംഡ പുറത്തെടുക്കുമ്പോൾ x plus chi ഈ ടേം -3 by 2 ലാംഡ x plus chi ആ ടേം അതുപോലെ തന്നെ എഴുതുന്നു. ഇനി -3x chi-യും പ്ലസ് 3 ലാംഡ എക്സ് കൈ എന്ന് പറയുന്ന ടേമിൽ നിന്ന് -3യും എക്സ് കൈയും വെളിയിലെടുത്ത ഒരു 1 minus ലാംഡ. ഇതിങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതണമെന്നൊന്നുമില്ല. ഈ സ്റ്റെപ്പ് വെച്ച് നിങ്ങൾക്ക് നിർത്താൻ വേണമെങ്കിൽ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നുള്ളൂ. ഇഫ് മോഡ് ലാംഡ ലെസ് ദാൻ 2 ആകുമ്പോൾ റിസോൾവന്റ് കേർണലിനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ.